എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ പി എസ് സി എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് മെയ് 14 കേരള പി എസ് സി നടത്തിയിരിക്കുന്ന ചോദ്യപേപ്പറിലെ ചോദ്യങ്ങളും പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരം കേരള പി എസ് സി നൽകിയിരിക്കുന്ന ഉത്തരങ്ങളുമാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത്. 2024 LDC LGS പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ട് കേരള പി എസ് സി നടത്തുന്ന പരീക്ഷ പേപ്പറിലെ ചോദ്യങ്ങൾ വിലയിരുത്തുന്നത് വളരെ നന്നായിരിക്കും. ഏതൊക്കെ മേഖലയിൽ നിന്ന് ചോദ്യങ്ങൾ വരിക എന്നതാണ് നമ്മളിവിടെ ഒന്ന് പരിശോധിക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു ചോദ്യപേപ്പറിലൂടെ ഒരു കാര്യം പറയുന്നു, ഇത് പ്രൊഫഷണൽ ആൻസർ കീ കേരള പി എസ് സി ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഇന്ന് നടത്തിയിരിക്കുന്ന പരീക്ഷയുടെ പ്രൊഫഷണൽ ആൻസർ കീ അവരുടെ വെബ്സൈറ്റ് വഴി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിലെ ആൻസേഴ്സ് ആണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെടുന്ന ഒന്നാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന ദാദാഭായ് നവറോജിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്നതാണ് നമ്മുടെ ചോദ്യം. ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് നൽകിയിരിക്കുന്നു. അത് ശരിയായിട്ടുള്ളതാണ്, നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ്. പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചു, അതും ശരിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നു, അത് തെറ്റാണ്. എ. ഒ. ഹ്യൂമാണ് നമുക്കറിയാം. അതുപോലെ തന്നെ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നു, അത് എന്താണ്, ശരിയാണ്. ബന്ധമില്ലാത്തത് കണ്ടുപിടിക്കണം. ഇവിടെ 3 മാത്രമാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. സ്വാതന്ത്ര്യം എന്ന ജന്മാവകാശമാണ്, ഞാൻ നേടുക തന്നെ ചെയ്യും, പണ്ട് മുതലേ കേൾക്കുന്നതാണ്. ഓപ്ഷൻ എ ആണ്, ബാലഗംഗാധര തിലകൻ എന്നാണ് ഉത്തരമായിട്ട് വരിക. താഴെ തന്നിരിക്കുന്നവയിൽ 1757 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാന കാരണങ്ങൾ ഏതൊക്കെയാണ്? ഇവിടെ നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് ഇവയെല്ലാം ശരിയാണ് എന്നതാണ് ഉത്തരമായിട്ട് നൽകിയിരിക്കുന്നത്. കർഷകരുടെ ദുരിതങ്ങൾ, കരകൗശല തൊഴിലാളികളുടെ ദാരിദ്ര്യം, രാജാക്കന്മാരുടെ പ്രശ്നങ്ങൾ, ശിപ്പായിമാരുടെ ദുരിതങ്ങൾ, ഇതാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് നൽകുക. അതായത് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം എന്താണ്, ശരിയാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാന കാരണങ്ങൾ ഉൾപ്പെടുന്നവയാണ്. കർഷകരുടെ ദുരിതങ്ങൾ നമ്മൾ ഓൾറെഡി പഠിക്കുന്നതാണ്. ഇതിൽ കുറച്ചെങ്കിലും കൺഫ്യൂഷൻ നമുക്ക് വരുന്നത് ഓപ്ഷൻ 2 ആയിരിക്കും, അതായത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് രാജാക്കന്മാരുടെ പ്രശ്നങ്ങൾ, നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ശിപ്പായിമാരുടെ ദുരിതങ്ങൾ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 3 സ്റ്റേറ്റ്മെന്റും, അതായത് 2 ഒഴികെ ബാക്കി എല്ലാ സ്റ്റേറ്റ്മെന്റും നമ്മൾ ഓൾറെഡി വായിച്ച് പഠിക്കുന്നതാണ്. അത് ശരിയാണെന്ന് അറിഞ്ഞാൽ തന്നെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. കാരണം ഏതെല്ലാമാണ് ശരി എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി എ പിന്നെ പറ്റത്തുള്ളൂ. കാരണം 1, 3, 4 ശരിയാണെന്ന് പറഞ്ഞാൽ പിന്നെ ഓപ്ഷൻ ഡി അല്ലാതെ വേറെ ഓപ്ഷൻ നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്തത്, ക്വിറ്റ് ഇന്ത്യ സമരനായിക ഏത് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച ആരെയാണെന്നാണ് പണ്ട് മുതലേ ചോദിക്കുന്നു. ഓപ്ഷൻ ബി ആണ്, അരുണ അസഫ് അലിയാണ്. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചത് ഓപ്ഷൻ സി ആണ്, സൂര്യ സെൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ഏതൊക്കെയാണ് എന്നാണ് 6ാമത്തെ ചോദ്യമായിട്ട് ഇവിടെ തന്നിരിക്കുന്നത്. 6ാമത്തെ ചോദ്യത്തിൽ മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെടുന്നു, ശരിയാണ്. മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന ഒരു പ്രത്യേക വിഭാഗം പോലീസ് സേന കലാപങ്ങൾ അടിച്ചമർത്താൻ രൂപീകരിച്ചു, ശരിയാണ്. കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു, ശരിയാണ്. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് കലാപത്തിന്റെ കാരണം, ഇവിടെ ഓപ്ഷൻ ഡി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് നൽകുന്നത്. 6ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ്. കാലഘടന അനുസരിച്ച് ക്രമപ്പെടുത്തുക എന്നാണ്. കുണ്ടറ വിളംബരം, നിവർത്തന പ്രക്ഷോഭം, മലയാളി മെമ്മോറിയൽ, ഗുരുവായൂർ സത്യാഗ്രഹം. ഇതിൽ ഏറ്റവും അവസാനം നടന്നിരിക്കുന്നത് നമ്മുടെ നിവർത്തന പ്രക്ഷോഭമാണ്. അതായത് 2 അവസാനം വരുന്ന ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. നമ്മുടെ ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരിക. കുണ്ടറ വിളംബരം ആദ്യം നടന്നിരിക്കുന്നു, അതിനുശേഷം പിന്നീട് നടക്കുന്നത് നമ്മുടെ മലയാളി മെമ്മോറിയലാണ്, അതിനുശേഷം നടക്കുന്നത് ഗുരുവായൂർ സത്യാഗ്രഹം, അതിനുശേഷം നിവർത്തന പ്രക്ഷോഭം. ആ ഒരു ഓർഡറിലാണ് വരേണ്ടത്. ചേരുംപടി ചേർക്കുക, നവോത്ഥാന നായകർ, സംഘടനകൾ എന്നിങ്ങനെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇതിൽ അയ്യങ്കാളി എന്ന് പറയുമ്പോൾ 1 എന്ന് പറയുമ്പോൾ രണ്ടാമത് കൊടുത്തിരിക്കുന്ന സാധുജന പരിപാലന സംഘവുമായിട്ടാണ്. ഇത് ഇങ്ങനെയാണ് ബന്ധിപ്പിക്കേണ്ടത്. 1, 2 ബന്ധിപ്പിക്കുന്ന ഒറ്റൊരു ഓപ്ഷനേ ഉള്ളൂ. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ നമുക്കറിയാം, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. വാക്പ്രാന്ത് നമുക്കറിയാം, ആത്മവിദ്യാസംഘം. വൈകുണ്ഠസ്വാമികൾ നമുക്കറിയാം, സമത്വ സമാജം. ഓൾറെഡി നമ്മൾ ഈ LDC പരീക്ഷയ്ക്ക് വേണ്ടി റിവിഷൻ സീരീസിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ നമ്മൾ കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇതിന് മുമ്പ് നമ്മൾ ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. അവിടെ ഞാൻ എടുത്തു പറഞ്ഞൊരു പോയിന്റ് ഉണ്ടായിരുന്നു, നമ്മുടെ SR ടെക്സ്റ്റ് ബുക്കിൽ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ ഉണ്ട്. അവിടെ കോളത്തിനുള്ളിൽ ഇത്തരത്തിലുള്ള നവോത്ഥാന നായകർ സംഘടനകൾ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നാണ് എപ്പോഴും PSC ചോദിക്കുന്നത്. വീണ്ടും അതിൽ നിന്നാണ് PSC ഇവിടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതായത് നവോത്ഥാനം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു വലിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങൾ ആ ടോപ്പിക്ക് ഗൈഡൊക്കെ നോക്കി പഠിക്കുന്നതിന് മുമ്പ് SCRT ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ സെപ്പറേറ്റ് എടുത്ത് പഠിക്കുക. അതിലേക്ക് ഗൈഡിലുള്ള കാര്യങ്ങൾ കൂട്ടിച്ചേർക്കരുത്. മറിച്ച് എന്ത് ചെയ്യുക, അത് സെപ്പറേറ്റ് ആയിട്ട് പഠിച്ച് എഴുതി നോട്ട് ചെയ്ത് വെക്കുക. കാരണം അതായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുക. പരീക്ഷയ്ക്ക് പോകും മുമ്പ് ആ ചാപ്റ്ററുകൾ ഒന്ന് റിവിഷൻ ചെയ്ത് പോവുകയാണെങ്കിൽ ആ മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഇവിടെ അടുത്ത ചോദ്യം തന്നിരിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി എന്നാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻ ബി വേദാധികാര നിരൂപണമാണ്. അതായത് ഈ ഒരു ചാപ്റ്ററിൽ തന്നെ ചട്ടമ്പി സ്വാമികൾ എന്ന് പറയുന്ന ഭാഗത്ത് ചട്ടമ്പി സ്വാമിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ 3 കൃതികളാണ് അവിടെ കൊടുക്കുന്നത്. ആ 3 കൃതികൾ തന്നെയാണ് എപ്പോഴും PSC പരീക്ഷയിൽ ഈ പുതിയ സിലബസ് വന്നതിന് ശേഷം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് അവിടെ 3 കൃതികൾ പറയുന്നു. അതാണ് ദർശനമാല, ആത്മോപദേശ ശതകം, ദൈവദശകം എന്ന് പറയുന്നത്. അപ്പോൾ ആ കൃതികളാണ് ഇവിടെ മറ്റ് ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്. അതായത് SR ടെക്സ്റ്റ് ബുക്കിലെ ആ ചാപ്റ്ററിൽ പറഞ്ഞു പോകുന്ന കൃതികൾ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നു. അതിൽ ചട്ടമ്പി സ്വാമിയുമായി ബന്ധപ്പെട്ട് അവിടെ 3 കൃതികൾ പറഞ്ഞു പോകുന്നുണ്ട്. ആ 3 കൃതികളിൽ ഒരു കൃതി, അതായത് ഇവിടെ വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, ആദിഭാഷ, അതാണ് അവിടെ പറഞ്ഞു പോകുന്ന മറ്റ് 2 കൃതികൾ. അതിൽ വേദാധികാര നിരൂപണം ഇവിടെ എന്താണ് ഓപ്ഷനിൽ കൊടുത്തു.
കൊടുത്തു. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് ആ ഒരു ചാപ്റ്ററിൽ പറയുന്ന ദർശനമാല, ആത്മോപദേശ ശതകം, ദൈവദശകം മറ്റു ഓപ്ഷനിലും കൊടുത്തു. ഇപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം? SCERT പഠിക്കണം. അതായത് ആ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ നവോത്ഥാനത്തിലെ മാർക്ക് നിങ്ങൾക്ക് ഈ ഒരു രീതിയിലാണ് ചോദ്യം ചോദിക്കുന്നതെങ്കിൽ ഉറപ്പിക്കാൻ പറ്റും. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് ഏതൊക്കെയാണ്? സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭം, TK മാധവൻ നേതൃത്വം നൽകി എന്നതാണ് രണ്ടാമത് കൊടുത്തിരിക്കുന്നത്. AK ഗോപാലൻ വോളണ്ടറി ക്യാപ്റ്റൻ ആയിരുന്നു. അപ്പോൾ അത് തെറ്റാണ്. AK ഗോപാലൻ വോളണ്ടറി ക്യാപ്റ്റൻ അല്ലാതെ ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇവിടെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ഇവയെല്ലാം ശരിയാണ് എന്ന് പറയുന്ന ഓപ്ഷൻ വരത്തില്ല. C എന്ന് പറയുന്ന ഓപ്ഷനും വരത്തില്ല. ഇവിടെ നമ്മൾ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭം എന്നൊരു കൺഫ്യൂഷൻ വരാം. എന്നാൽ TK മാധവൻ നേതൃത്വം നൽകി എന്ന് പറയുന്നത് ശരിയാണ്, നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ B ആണ് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭം, ചിലപ്പോൾ ആ ഒരു പരീക്ഷ എഴുതുന്ന സമയത്ത് ഒരു കൺഫ്യൂഷൻ വന്നേക്കാം. അടുത്ത ഓപ്ഷനിലേക്ക് പോകുമ്പോൾ TK മാധവൻ നേതൃത്വം നൽകി എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വരുമ്പോൾ അത് നിർബന്ധമായിട്ടും ശരിയാണ്, നമ്മൾ പഠിക്കുമ്പോൾ അത് പഠിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ 1 എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് കൺഫ്യൂഷൻ ആണെങ്കിലും 2 എന്ന് പറയുന്ന നിർബന്ധമായിട്ട് നമ്മൾ ഉത്തരത്തിൽ വരണം. അങ്ങനെയാണെങ്കിൽ A എന്ന് പറയുന്ന ഓപ്ഷനും C എന്ന് പറയുന്ന ഓപ്ഷനും ഒറ്റയടിക്ക് ഡിലീറ്റ് ആക്കാം. പിന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ വായിക്കുന്നു, AK ഗോപാലൻ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു, അത് നമുക്ക് തെറ്റാണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ D യും നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ആ ഒരു രീതിയിൽ ഡിലീഷൻ മെത്തേഡിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ചോദ്യം നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഇനി അടുത്തത് 11ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്ന വർഷം ഏതെന്നാണ്? ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നു എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ C ആണ് ഉത്തരമായിട്ട് വരിക. 1950 ജനുവരി 26. അംഗീകരിച്ചതാണ് ഓപ്ഷൻ D കൊടുത്തിരിക്കുന്നത്. 1949 നവംബർ 26. ഇനി അടുത്തത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയത് ഏത് ഭരണഘടനാ ഭേദഗതി? 86ാമത്തെ ഭേദഗതി 2002 എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. അതായത് നമ്മുടെ 21A എന്ന് പറയുന്ന ആർട്ടിക്കിൾ നമ്മുടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കുന്നു. ഇനി അടുത്തത് ഇന്ത്യൻ ഭരണഘടന ഏത് ഭാഗത്തിലാണ് മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഇതൊക്കെ പണ്ട് മുതലേ ചോദിക്കുന്ന എല്ലാവർക്കും അറിയാം. ഓപ്ഷൻ C 4A എന്നതാണ് ഉത്തരമായിട്ട് വരുന്നത്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലികാവകാശങ്ങൾ ഉൾപ്പെടാത്തത് പണ്ടേ ഓപ്ഷനിൽ ഉണ്ടായിരിക്കും എന്ത്? സ്വത്തവകാശം. ഓപ്ഷൻ A ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ളത് ഏത് രാജ്യത്താണ്? കൃത്യമായിട്ട് SCR ടെക്സ്റ്റ് ബുക്കിൽ എഴുതപ്പെട്ട രാജ്യങ്ങളുടെ ഭരണഘടനയുള്ള രാജ്യങ്ങൾ, എഴുതപ്പെട്ട ഭരണഘടന ഇല്ലാത്ത രാജ്യങ്ങൾ, അത് കൃത്യമായിട്ട് നമ്മൾ SCRT പറയുന്നുണ്ട്. കുറച്ച് രാജ്യങ്ങളുടെ പേര് അവിടെ നിന്നാണ് എടുത്ത് ചോദ്യം ചോദിക്കുന്നത്. അവിടെ ഉത്തരമാണ് ഓപ്ഷൻ A ബ്രിട്ടൻ. ഇതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഇനി അടുത്തത്, ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട നിയമനങ്ങൾ എന്ന് പറയുന്ന മേഖലയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നിരിക്കുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുമുള്ള നിയമനങ്ങൾ നമ്മൾ പഠിക്കണം. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് നിലവിലെ ലോക്സഭാ സ്പീക്കർ ആര് എന്നാണ്? ഓം ബിർളയാണ് ഉത്തരമായിട്ട് വരിക. നമുക്കറിയാം 17ാം ലോക്സഭ, ഇനി വരാൻ പോകുന്നു 18. അപ്പോൾ എന്താണ് മാറ്റങ്ങൾ എന്തായാലും സംഭവിക്കും. ആ മാറ്റങ്ങൾ അറിഞ്ഞു പഠിക്കണം, നിർബന്ധമായിട്ടും പഠിക്കണം. കാരണം വരാൻ പോകുന്ന പരീക്ഷയിൽ ചോദിക്കാം നിലവിലെ ലോക്സഭാ സ്പീക്കർ ആര്. അപ്പോൾ അവിടെ ചിലപ്പോൾ ഓം ബിർളയാണ് വീണ്ടും വരുന്നെങ്കിൽ അയാൾ വരും, അതല്ലെങ്കിലോ പുതിയൊരാളാണ് വരുന്നെങ്കിൽ ആ പേരാണ് അവിടെ ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ നിയമനങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. അപ്പോൾ അതൊരു ആ സമയത്ത് നമുക്ക് പഠിക്കാം. ഇനി താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ VP മേനോനെ കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏവ? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യൻ യൂണിയനിലേക്കുള്ള സംയോജനവുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ആയിരുന്ന മലയാളി. അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ശരിയായ പ്രസ്താവനയാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആ ഒരു ഭാഗം അണ്ടർലൈൻ ചെയ്യുന്നത് നന്നായിരിക്കും. ഭാഷാടിസ്ഥാന സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായിട്ട് രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ അംഗമല്ല എന്ന് നമുക്കറിയാം. HN കുൻസ്രു, അതുപോലെ തന്നെ KM പണിക്കർ, നമ്മുടെ ഫസൽ അലി, ഈ 3 പേരാണ് അതിൽ വരുന്നത്. അപ്പോൾ B എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷനിൽ വരാൻ പാടില്ല. അതായത് ഇവിടെ നമുക്ക് A നിർബന്ധമായിട്ടും വരണം. A വരണം എന്ന് പറയുമ്പോൾ A എന്ന് പറയുന്ന ഓപ്ഷനും D എന്ന് പറയുന്ന ഓപ്ഷനും നമുക്ക് അങ്ങോട്ട് ഡിലീറ്റ് ആക്കി കളയാൻ പറ്റും. ഈ ഓപ്ഷനും ഈ ഓപ്ഷൻ ഡിലീറ്റ് ആക്കാം. പിന്നെ അവശേഷിക്കുന്ന C യും അതുപോലെ തന്നെ B യുമാണ്. ഇനി C യിലേക്ക് പോകാം. ദ ട്രാൻസ്ഫോമർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ കർത്താവ്, അത് ശരിയാണ്. അതായത് ഓപ്ഷൻ B ആണ് നമ്മൾ ഉത്തരമായിട്ട് വരിക. 1952 ആസാമിൽ ഗവർണറായിട്ട് ചുമതലയേറ്റു എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ഇവിടെ നമ്മുടെ ഉത്തരം എന്താണ്? 18ാമത്തെ ചോദ്യം. 18ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ B ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. താഴെ തന്നിരിക്കുന്നവയിൽ 1961 പോർട്ടുഗലിന്റെ അധീനതയിലായിരുന്ന പ്രദേശം ഇത്? താഴെ തന്നിരിക്കുന്ന 1961 വരെ പോർട്ടുഗലിന്റെ അധീനതയിലായിരുന്ന പ്രദേശം ഗോവ. ഓപ്ഷൻ A ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൽ ശില്പിയായിരുന്നു വെച്ചാൽ ഓപ്ഷൻ B ആണ് ഉത്തരം. വിക്രം സാരാഭായി ആണ്. ഏത് രാജ്യത്തിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് 1964 ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് എന്ന ഇരുമ്പുരുക്ക് ശാല ആരംഭിച്ചതെന്ന് വെച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ C ആണ്, റഷ്യയാണ്. ഇതെല്ലാം നമ്മൾ വിചാരിക്കുന്നത് പണ്ട് മുതലേ PSC ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതേ സമയത്ത് SCR ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്ത് അതിൽ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഇങ്ങനെ നല്ല രീതിയിൽ GK ഒന്നും പഠിക്കാത്തവരാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCR ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ചാപ്റ്ററുകൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിനുശേഷം മാത്രം ഗൈഡിലേക്ക് പോവുക. കാരണം ഈ ചോദ്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കുന്നത്? ഇതൊക്കെ കൃത്യമായിട്ട് നമ്മുടെ SCR ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞു പോകുന്ന പോയിന്റുകളാണ്. അതുകൊണ്ട് അത് നിങ്ങൾ പഠിക്കണം. അടുത്ത ചോദ്യം തന്നെ നിങ്ങൾക്ക് ഒരു കോളത്തിനുള്ളിൽ നമുക്കറിയാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിന്റെ ലക്ഷ്യങ്ങൾ കൊടുക്കുന്നുണ്ട് SCR ടെക്സ്റ്റ് ബുക്കിൽ. അതിൽ നിന്നാണ് അടുത്ത ചോദ്യം വന്നിരിക്കുന്നത്. 12ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടത്. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ട ഓപ്ഷൻ D ആണ്. സുസ്ഥിര വികസനം എന്നാണ് ഉത്തരമായിട്ട് വരിക. ഇതൊക്കെ പണ്ട് മുതലേ ചോദിക്കുന്നത് തന്നെയാണ്. പക്ഷേ
ഇതിനു മുമ്പ് നിങ്ങൾ GK അങ്ങനെ നല്ല രീതിയിൽ പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് പരീക്ഷ എഴുതാൻ പോകുന്നത്, GK എന്ന് പറയുന്ന ഭാഗത്ത് നമ്മുടെ ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗം നല്ല രീതിയിൽ പഠിച്ചിട്ടില്ല, എക്കണോമിക്സ് എന്ന് പറയുന്ന ഭാഗം നല്ല രീതിയിൽ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, SCRT ഒന്ന് പോയി പഠിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്ന് കുറേ മാർക്കുകൾ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഈ ഒരു ചോദ്യപേപ്പറും ഇതിനു മുമ്പ് നമ്മളൊരു പരീക്ഷാ പേപ്പർ കണ്ടു 10th ലെവൽ ബേസ് ചെയ്തുകൊണ്ട്, അതിലും അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയതാണ്. താഴെ പറയുന്നതിൽ കേരള സർക്കാരിന്റെ ഗവേണൻസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയ സഞ്ജയ നൽകുന്ന സേവനങ്ങൾ ഏവ എന്നതാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഇവിടെ നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് മുകളിൽ പറഞ്ഞവയെല്ലാം എന്നാണ്. സഞ്ജയ എന്ന് പറയുന്ന ആ ഒരു സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ്, കെട്ടിട വയസ്സ് സർട്ടിഫിക്കറ്റ്, കെട്ടിട നികുതി അടയ്ക്കൽ, ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് ഇവിടെ എയും ബിയും സിയും എന്താണ് ശരിയാണ് എന്ന കാര്യം ഓർക്കുക. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കുക സഞ്ജയ. അപ്പോൾ സഞ്ജയ എന്ന് പറയുന്ന ആ ഒരു സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് ഈ ഗവർണൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമ്മുടെ സിലബസിൽ കൃത്യമായിട്ട് എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു മേഖല കൃത്യമായിട്ടൊന്ന് പോയി പഠിക്കുക. നമ്മുടെ ഗൈഡൊക്കെ നോക്കിയിട്ടൊന്ന് വായിച്ചു വിട്ടാൽ മതി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. അവിടെ ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയറെ കുറിച്ചും അക്ഷയ പദ്ധതികളെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ ഒന്ന് വായിച്ചു വിട്ടാൽ തന്നെ ആ ഒരു മാർക്ക് കരസ്ഥമാക്കാൻ പറ്റും. ഇനി റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമലംഘനം തടയാനും സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതിയാണ് ഓപ്ഷൻ ബി എന്ന് പറയുന്ന സേഫ് കേരള എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ആനുകാലികവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി ഇന്ത്യൻ ഉപദ്വീപ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് ഉപദ്വീപ നദികൾ. താഴെ നൽകിയിരിക്കുന്നവയിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ ഏതെല്ലാം എന്നാണ്. ഇവിടെ നമ്മൾ ഉത്തരം ഓപ്ഷൻ 2 ആണ്, നർമ്മദ താപ്തി. ഇത് പണ്ട് മുതലേ PSC ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. ഈ ഒരു കാര്യം പറയാം, ഈ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ കറണ്ട് അഫയേഴ്സ് നല്ല രീതിയിൽ നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ല, ഇനി എങ്ങനെയാണ് കറണ്ട് അഫയേഴ്സ് നോക്കേണ്ടത് എന്ന് നിങ്ങൾക്കൊരു സംശയമുണ്ടെങ്കിൽ ഞാനിവിടെ പറഞ്ഞ ഈ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട നമ്മൾ ഇതുവരെ കേട്ട എല്ലാ ചോദ്യങ്ങളും PSC ബുള്ളറ്റിനിൽ പറഞ്ഞു പോകുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കുറേ പഠിക്കാനുണ്ടോ? ഒരിക്കലുമില്ല. PSC ബുള്ളറ്റിൻ 2023 മുതൽ ജനുവരി മുതൽ ഇങ്ങോട്ട് ഈ നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ മാസം വരെയുള്ള PSC ബുള്ളറ്റിൻ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു മാസത്തിൽ 2 PSC ബുള്ളറ്റിനല്ല ഇറങ്ങുക. അതിൽ ഏറ്റവും അവസാനത്തെ ഒരു പേജുണ്ട്, കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട പേജുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ അത് നോക്കിയാൽ മതി. നമ്മുടെ ടെലിഗ്രാമിലൊക്കെ PSC ബുള്ളറ്റിൻ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ടെലിഗ്രാം ചാനലൊക്കെ ഉണ്ട്. PSC ബുള്ളറ്റിൻ അടിച്ചാൽ ഇതുവരെയുള്ള എല്ലാ PSC ബുള്ളറ്റിനും നമുക്ക് അവിടെ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും ഫ്രീ ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് വായിച്ചാൽ മതി. അതായത് നിങ്ങളൊരു 5-6 ദിവസം, ഒരു ദിവസം ഒരു മാസം വെച്ചെടുക്കുകയാണെങ്കിൽ 2 പേജ് വായിക്കണം അല്ലെ, ഒരു മാസം വെച്ചെടുക്കുകയാണെങ്കിൽ 2 പേജ്. ആ വായിക്കണ സമയത്ത് എന്ത് ചെയ്യണം, ആ വായിക്കണ കാര്യങ്ങൾ നിങ്ങൾ ഫോണിൽ എന്ത് ചെയ്യുക, ഒന്ന് റെക്കോർഡ് ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നാൽ മതി. കാരണം ഈ ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്ന ആ ഒരു മേഖലയിൽ നിന്നാണെന്ന കാര്യം ഓർത്തിരിക്കുക. അതായത് നിങ്ങൾ ഒരു വലിയ ബുക്കൊക്കെ മേടിച്ചിട്ട് 1000-400 പേജുള്ള ബുക്കൊക്കെ മേടിച്ചിട്ട് നിങ്ങൾ വായിക്കണ സമയത്ത് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, PSC ബുള്ളറ്റിൽ ഈ അവസാനത്തെ പേജ് മാത്രം നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിന് കുറേ മാർക്ക് അവിടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. കാരണം ഈ പറഞ്ഞ ഇതൊക്കെ ഞാൻ PSC ബുള്ളറ്റിൻ വായിച്ചപ്പോൾ അവിടെ കണ്ടിട്ടുള്ളതാണ്, ഈ സേഫ് കേരള എന്നൊക്കെ പറയുന്നത് ഒക്കെ. അതുകൊണ്ടാണ് പറയാൻ കാരണം. ഇനി അടുത്തത് നമുക്ക് പരിചയപ്പെടാം. ചന്ദ്രയാൻ 1 പ്രൊജക്ട് ഡയറക്ടറാണ് അണ്ണാദുരൈ. എന്നാൽ ചന്ദ്രയാൻ 3 പ്രൊജക്ട് ഡയറക്ടർ. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ട എന്താണ്? ഓപ്ഷൻ എ ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. 26ാമത്തെ ചോദ്യം, 26ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അല്ലേ, കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഇതെല്ലാം അതിൽ പറഞ്ഞു പോയിട്ടുണ്ടാവും. അതാണ് അത് വായിക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ പോയിട്ട് എന്ത് ചെയ്യണം, ആ PSC ബുള്ളറ്റിന് ടെലിഗ്രാമൊക്കെ ഉണ്ടെങ്കിൽ ടെലിഗ്രാം ചാനൽ PSC ബുള്ളറ്റിൻ സെർച്ച് ചെയ്താൽ കുറേ ചാനലുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ചാനൽ എടുക്കുക, ഡൗൺലോഡ് ചെയ്യുക. ജനുവരി 1 മുതൽ ഇങ്ങോട്ട് ഉള്ളത് എന്ത് ചെയ്യുക, പഠിക്കുക. കുറച്ച് സമയം എടുത്ത് പഠിച്ചാൽ മതി, വളരെ എളുപ്പത്തിൽ തീരും. ഒരു 10-12 ദിവസം കൊണ്ട് തീർച്ചയായിട്ടും എല്ലാ കറണ്ട് അഫയേഴ്സും നിങ്ങൾക്ക് തീർക്കാൻ പറ്റുന്നതായിരിക്കും. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ്. കേരളത്തിൽ ഏലം വിളയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഭൂമിശാസ്ത്ര ഘടകം ഏതാണ്? ഇത് കൃത്യമായിട്ട് SCRT പറഞ്ഞു പോകുന്ന ഒരു ചാപ്റ്ററിൽ ഇത് പറയുന്നുണ്ട്. കാർഷിക വിളകൾ, അതിനനുയോജ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് SCRT പറയുന്നുണ്ട്. അവിടെ ഓപ്ഷൻ സി നീർവാഴ്ചയുള്ള മണ്ണ് എന്നാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരിക. അറബിക്കടലുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഉൾപ്പെടാത്തത് എന്നാണ് നമ്മുടെ ചോദ്യം. കൃത്യമായിട്ട് വായിക്കണം, ഉൾപ്പെടാത്തത്. അപ്പോൾ ഉൾപ്പെടാത്തത് ഏതാണ്? മഹാരാഷ്ട്രയാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് കൊടുത്തിരിക്കും. 28ാമത്തെ ചോദ്യം പ്രൊഫഷണൽ ആൻസർ പ്രകാരം PSC നൽകിയിരിക്കുന്ന ഉത്തരം ഏതാണ്? മഹാരാഷ്ട്രയാണ് ഉത്തരമായിട്ട് നൽകിയിരിക്കുന്നത്. അറബിക്കടലുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഉൾപ്പെടാത്തത് പ്രൊഫഷണൽ ആൻസർ പ്രകാരം PSCയുടെ ഉത്തരമാണ് ഞാൻ പറയുന്നത്. ഓപ്ഷൻ സി മഹാരാഷ്ട്രയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം ഏതെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം ഏതെന്നാണ്. ഇതൊക്കെ പണ്ട് മുതലേ ചോദിക്കുന്നു. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരിക. 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക് എന്നതാണ് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം എന്ന കാര്യം ഓർത്തിരിക്കുക. ഓപ്ഷൻ ബിയിൽ നമ്മുടെ അക്ഷാംശ സ്ഥാനം എന്താണ്? എപ്പോഴും വടക്ക് എന്ന് പറയുന്ന ആ ഒരു ദിശയിലാണ് കാണിക്കുക. അതാണ് ഓപ്ഷൻ ഡി നമ്മുടെ ഉത്തരമായിട്ട് വരാത്തത്. എങ്ങാനും നിങ്ങളെ കണ്ടുപോയിട്ട് ഈ പറയുന്ന 8 ഡിഗ്രി 4 മിനിറ്റ് കിഴക്ക് 37 ഡിഗ്രി 6 മിനിറ്റ് കിഴക്കിൽ പോയിട്ട് കറപ്പിക്കരുത്. കാരണം എപ്പോഴും വടക്കാണ് നമ്മുടെ അക്ഷാംശ രേഖ പറയുക. അതേസമയത്ത് നമ്മുടെ രേഖാംശ രേഖ പറയുന്നത് കിഴക്ക് അടിസ്ഥാനമായിട്ടാണ്. അതാണ് ഓപ്ഷൻ എയിൽ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തത് ഗംഗാനദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? മാനസരോവർ തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു, നമുക്കറിയാം സിന്ധുവാണ്. പിന്നെ ഈ പറയുന്ന അറബിക്കടലിൽ പതിക്കുന്നു, അതും സിന്ധുവുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ബംഗാൾ ഉൾക്കടലിലാണ് നമ്മുടെ ഈ പറയുന്ന ഗംഗ പതിക്കുന്നത്. 2900 കിലോമീറ്റർ നീളം, അതും തെറ്റാണ്. ഗാങ്ടോങ് ഗംഗയുടെ പോഷക നദിയാണ്. പിന്നെ അവിടെ ശരിയായിട്ട് വരുന്ന ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്.
വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പുകളിലൂടെ നൽകുന്ന കൃഷി രീതിയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഫെർട്ടിഗേഷൻ എന്നാണ് ഉത്തരമായിട്ട് വരിക. ഫെർട്ടിഗേഷൻ, വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന രീതി. ഇതും SCRT ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ ഇവിടെ എന്താണ്? വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത്? ഫെർട്ടിഗേഷൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം എന്നറിയപ്പെടുന്ന ഏതാണ്? ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് 32ാമത്തെ ചോദ്യത്തിന്റെ ഓപ്ഷൻ എ ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. അതായത് തുലാവർഷം എന്ന് പറയും, വടക്ക് കിഴക്കൻ മൺസൂൺ. പിന്നെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഉണ്ട്, അതായത് നമ്മൾ കാലവർഷം എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെയാണ്. അപ്പോൾ ഇവിടെ എന്താണ്? 32ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഇനി അടുത്ത താഴെ തന്നിരിക്കുന്ന പ്രസ്താവന ശരിയല്ലാത്തത് ഏത്? നിള എന്ന പേരിൽ അറിയപ്പെടുന്ന ഭാരതപ്പുഴ, അത് ശരിയാണ്. കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി പെരിയാർ, അത് തെറ്റാണ്. ശരിയല്ലാത്തതെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഭാരതപ്പുഴ ആനമരയിൽ നിന്ന് ഉത്ഭവിക്കുന്നു, മാമാങ്കം നടക്കുന്ന ഭാരതപ്പുഴ തീരത്ത്, അതൊക്കെ ശരിയാണ്. 2023 വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് നേടിക്കൊടുത്ത കൃതി എന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരിക ഓപ്ഷൻ ബി ആണ്. ജീവിതം ഒരു പെണ്ണിന്, അദ്ദേഹത്തിന് ആത്മകഥയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു കൃതിയാണ്. അതാണ് 2023 വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് നേടിക്കൊടുത്ത കൃതി. അപ്പോൾ അവാർഡുകൾ എന്ന് പറയുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കണം. ഇതൊക്കെ PSC ബുള്ളറ്റിൽ വായിക്കുകയാണെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ ആ പേജ് വായിച്ചു പോയി കഴിഞ്ഞാൽ കിട്ടുന്ന മാർക്കുകളാണ്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം ഒന്ന് എടുത്ത് വായിക്കുക. ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങൾക്ക് എന്തായാലും അത് ഗുണം ചെയ്യും. ഐക്യരാഷ്ട്ര സംഘടന 2023 ഏത് വർഷമായി ആചരിക്കുന്നു എന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഇതൊക്കെ എന്താണ്? എപ്പോഴും ചോദിക്കുന്നതാണ്. ചെറുധാന്യ വർഷമാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ പറയുന്നത് 36ാം ചോദ്യം, പെരിയാറിന്റെ പോഷക നദികൾ ഏതെല്ലാം എന്നാണ്. മുതിരമ്പുഴ, പെരിഞ്ചാംകുട്ടിയാറ്, തൊടുപുഴയാറ്, കട്ടപ്പനയാറ്, ഇവയെല്ലാം എന്നാണ് ഉത്തരമായിട്ട് വരുന്നത്. ചേരുംപടി ചേർക്കാം. നെയ്യാറ് നമുക്കറിയാം തിരുവനന്തപുരം ജില്ലയാണ്. ഒന്നുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. ഒന്നുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഓപ്ഷൻ എ ആണ് ഈ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് വരിക. ഇനി ചെന്തുരുണി എവിടെയാണ്? ചെന്തുരുണി കൊല്ലത്താണ്, അത് ശരിയാണ്. കരിമ്പുഴ എവിടെയാണ്? അത് കണ്ണൂരാണ്, കണ്ണൂർ. ഇനി നമ്മുടെ കൊട്ടിയൂർ കണ്ണൂരും, കരിമ്പുഴ മലപ്പുറത്താണ്. കരിമ്പുഴ എവിടെയാണ്? മലപ്പുറത്താണ്. നമ്മൾ പറയുന്നതാണ് കരിമ്പുഴ എവിടെയാണ്? മലപ്പുറത്താണ്. കൊട്ടിയൂരാണ് ഇവിടെ നമ്മുടെ കണ്ണൂർ. കൊട്ടിയൂർ ക്ഷേത്രങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ എ ആണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഇനി അടുത്ത 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാന ജേതാക്കളായ ഡോക്ടർ കാറ്റലിൻ കാരിക്കോ, ഡോക്ടർ ഡ്രൂ വെയ്സ്മാൻ എന്നിവർക്ക് എന്തിനുള്ള കണ്ടുപിടുത്തത്തിനാണ് സമ്മാനം ലഭിച്ചതെന്നാണ് അടുത്ത ചോദ്യം. അപ്പോൾ ഇത് നമ്മുടെ നോബലുമായി ബന്ധപ്പെട്ട, അപ്പോൾ ഒരു ചോദ്യം വരാൻ പോകുന്ന LDC നമുക്ക് പ്രതീക്ഷിക്കാം. നോബലുമായി ബന്ധപ്പെട്ട് അത് പഠിക്കണം. ഇവിടെ നമ്മൾ ഉത്തരം എന്താണ്? mRNA വാക്സിൻ വികസിപ്പിച്ചതാണ്. എന്താണ്? mRNA വാക്സിൻ വികസിപ്പിച്ചതാണ്. അപ്പോൾ ഇവിടെ വൈദ്യശാസ്ത്ര നോബൽ ലഭിച്ച വ്യക്തികളാണ് കാറ്റലിൻ കാരിക്കോ, മറ്റൊന്ന് ഡ്രൂ വെയ്സ്മാൻ. എന്താണ്? ഡ്രൂ വെയ്സ്മാൻ. മറ്റൊന്ന് mRNA വാക്സിൻ വികസിപ്പിച്ചതിനാണ് എന്നാണ് ഇവിടെ അടുത്തതായിട്ട് ഇവിടെ പറയുന്നത്. ഇനി അടുത്തത് 39ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. 30ാമത്തെ ചോദ്യം, ഇരവികുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഇരവികുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം എന്ന് ഇവിടെ നൽകിയിരിക്കുന്നു. 39ാമത് തന്നിരിക്കുന്നതിൽ 1ാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. വരയാടുകളുടെ ഗവേഷണ കേന്ദ്രമാണ്. അതും എന്താണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് 1 വരാൻ പാടില്ല ഉത്തരത്തിലെ, 2 വരാൻ പാടില്ല ഉത്തരത്തിലെ, അങ്ങനെയാണ് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി 1978 നിലവിൽ വന്നു, തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ 39ാം ചോദ്യം ഓപ്ഷൻ ഡി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. ഇരവികുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരിക. കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്ത് ഏതെന്നാണ്? പോത്തുങ്കൽ. ഇത് പണ്ട് മുതലേ നമ്മൾ പഠിക്കുക. പോത്തിനൊക്കെ കുളിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓപ്ഷൻ എ ആണ്. ഈ തണ്ണീർമുക്കം പണ്ട് നിർമ്മിച്ചിരിക്കുന്ന കായൽ, ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓപ്ഷൻ ബി ആണ്. വേമ്പനാട് കായലാണ് ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരിക. മുതിരപ്പുഴയാറിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജലവൈദ്യുത നിലയങ്ങൾ ഏതെന്ന് താഴെ കൊടുത്തവയിൽ നിന്നും കണ്ടെത്തുക എന്നതാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഇവിടെ 42ാമത്തെ ചോദ്യം നമ്മുടെ പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരം ഉത്തരം ഓപ്ഷൻ എ ആണ്. പള്ളിവാസൽ ചെക്കുളം. പള്ളിവാസൽ ചെക്കുളം എന്നതാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി നമ്മുടെ അടുത്ത ചോദ്യം, കേരളത്തിൽ തീരപ്രദേശത്തിന്റെ പ്രത്യേകതകൾ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ നിന്ന് ശരിയായത് കണ്ടെത്തുക. ഉപ്പുരസമുള്ള എക്കൽ മണ്ണ് എന്നാണ് 1ാമത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? കേരളത്തിലെ തീരപ്രദേശത്തിന്റെ പ്രത്യേകതകൾ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ നിന്ന് ശരിയായത് കണ്ടെത്തുക. അപ്പോൾ ശരിയായതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമ്മുടെ ഫൈനാൻസ് കീ, അതായത് പ്രൊഫഷണൽ ആൻസർ കീയുടെ ഉത്തരം ഓപ്ഷൻ സി 1 മാത്രമെന്നാണ്. സഖ്യപർവ്വതനിരയുടെ ഭാഗമെന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ കേരളം എടുക്കുകയാണെങ്കിൽ സഖ്യപർവ്വതനിരയുടെ ഭാഗമൊന്നും അല്ലല്ലോ. കേരളം എടുക്കുകയാണെങ്കിൽ ഈ ഒരു പോർഷനാണ് നമ്മുടെ കടൽ തീരം വരിക. ഈ ഒരു ഭാഗത്താണ് നമ്മുടെ സഖ്യപർവ്വതനിര വരുന്നത്, അല്ലേ? അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ആ ഒരു മാപ്പ് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ പോകുമ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ സഖ്യപർവ്വതനിര വരുന്നത്. അപ്പോൾ സഖ്യപർവ്വതനിരയുടെ ഭാഗമല്ല. റബ്ബർ ധാരാളമായി കൃഷി ചെയ്യുന്ന സ്ഥലം, അതുമല്ല. ഇനി സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്ന പ്രദേശം ഒരിക്കലും അല്ല. കാരണം ഇവിടെ എന്താണ്? തീരപ്രദേശമാണ്. ഇടനാട്, മലനാട്, പിന്നെ തീരപ്രദേശം. അതിൽ ഏറ്റവും താഴെയുള്ളതാണ് ഈ പറയുന്ന തീരപ്രദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ബാക്കിയെല്ലാം തെറ്റാണ്. അപ്പോൾ അത് സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ഇന്ത്യയിലെ വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ പദ്ധതി ആദ്യമായിട്ട് നടപ്പിലാക്കിയ സംസ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരിക. നമ്മുടെ തമിഴ്നാടാണെന്ന് കാര്യം ഓർത്തിരിക്കുക. താഴെ എഴുതിയവയിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. കത്തിയവാർ
പീഠഭൂമിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സുന്ദർബൻ ഡെൽറ്റയാണെന്ന് പറഞ്ഞു, അത് ശരിയാണ്, സുന്ദർബൻ ഡെൽറ്റ. അപ്പോൾ ഇവിടെ 45 ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഇവിടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്, നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്. ഹൂഗ്ലി എന്ന് പറയുന്ന പർവ്വതമല്ല, ആരവല്ലി എന്ന് പറയുന്ന ആ പർവ്വതം വരേണ്ടത്. അപ്പോൾ അത് എന്താണ്, ഇവിടെ നമ്മുടെ ഉത്തരം എന്താണ്, ഓപ്ഷൻ ബി ആണ്, ഓപ്ഷൻ ബി ആണ്. ഇനി ഡിസംബർ 1 ദുബായിൽ നടന്ന COP28 ഉച്ചകോടി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണെന്നാണ്. ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ് കോപ്പ് എന്ന് പറയുന്നത്? കോപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഇവിടെ എന്ത് കിട്ടിയിട്ടുണ്ട്, COP28 എവിടെ ദുബായ് ഡിസംബർ 1. അപ്പോൾ ഇത് വേണമെങ്കിൽ അടുത്ത പരീക്ഷയിൽ എവിടെ നടന്നു എന്ന് ചോദിക്കാം. അപ്പോൾ അവിടെ എന്താണ്, ദുബായ്, UAE എന്ന് പറയും. ഇനി ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുന്ന മൗലിക കർത്തവ്യങ്ങളുടെ എണ്ണം പിന്നെ എല്ലാവർക്കും അറിയില്ലേ, ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുന്ന മൗലിക കർത്തവ്യങ്ങളുടെ എണ്ണം ഓപ്ഷൻ എ ആണ്, 11 ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരിക. എത്രയാണ് ഉത്തരം വരേണ്ടത്? ഓപ്ഷൻ എ 11 എന്നാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക. ഇനി കേരളത്തിലെ ആദ്യ തീവണ്ടി യാത്ര ഏതെല്ലാം സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചു? ഇതൊക്കെ പണ്ട് മുതലേ ചോദിക്കുന്ന ചോദ്യമാണ്. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരിക, ഓപ്ഷൻ ഡി. ഇല്ല, തിരൂര്, ബേപ്പൂര്. ഇനി ലാക്ടോമീറ്റർ താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. നമുക്കറിയാം പാലല്ലേ, പാലുമായി ബന്ധപ്പെട്ടതാണ്. ഓപ്ഷൻ സി ആണ്. 49ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഇനി അടുത്ത UK, ഇന്ത്യ, കെനിയ ഈ 3 രാജ്യങ്ങളുടെ പ്രത്യേകത എന്ത്? ആഫ്രിക്കൻ രാജ്യങ്ങൾ, കോമൺവെൽത്ത് രാജ്യങ്ങൾ, നാറ്റോ രാജ്യങ്ങൾ, G7 രാജ്യങ്ങൾ എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, കോമൺവെൽത്ത് രാജ്യങ്ങളാണെന്ന കാര്യം ഓർത്തിരിക്കുക. എന്താണ്, കോമൺവെൽത്ത് രാജ്യങ്ങളാണ്. ഇതും സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ആ കെനിയനെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റും. ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്ത്യയും UKയും ആഫ്രിക്കൻ രാജ്യമല്ല നമുക്കറിയാം. പിന്നെ G7 എന്തായാലും കെനിയ വിടില്ല, നാറ്റോ രാജ്യങ്ങളിലും കെനിയ വരുന്നില്ല. പിന്നെ ഉള്ളത് ഒറ്റൊരു ഓപ്ഷനേ ഉള്ളൂ, കോമൺവെൽത്ത് രാജ്യങ്ങൾ. എങ്ങാനും കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ ആ രീതിയിൽ ഓർത്ത് വെച്ചാൽ കിട്ടുന്ന ഒരു ഉത്തരം തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്ന ഈ ഒരു ചോദ്യം. ഇനി നമ്മൾ അടുത്ത ചോദ്യം 51ാമത്തെ ചോദ്യമാണ്. ഇതൊക്കെ PSC എപ്പോഴും ചോദിക്കുന്നതാണ്, സയൻസുമായി ബന്ധപ്പെട്ട ഹരിതഗ്രഹ വാതകങ്ങളിൽ പെടാത്തത് ഏത്? ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് പറഞ്ഞു പോകുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ഇവിടെ 51ാമത്തെ ചോദ്യത്തിൽ ഓപ്ഷൻ ഡി, നൈട്രജൻ പെടത്തില്ല, മീഥേനും നൈട്രസ് ഓക്സൈഡും കാർബൺ ഡയോക്സൈഡും ഒക്കെ പെടും. ഇനി INA ബന്ധപ്പെട്ട നേതാക്കൾ ആരെല്ലാം? ഇതൊക്കെ SCERTയിൽ പറയുന്നതാണ്. 52ാം ചോദ്യം ഓപ്ഷൻ എ, സുഭാഷ് ചന്ദ്രബോസും ക്യാപ്റ്റൻ ലക്ഷ്മി. ബന്ധപ്പെട്ട നേതാക്കളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരിക. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്ന അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷികമായ ജീവകം വിറ്റാമിൻ ഏത്? അതിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം തിരിച്ചറിയുക. അസ്ഥികളുമായി ബന്ധപ്പെട്ട് അവിടെ നമ്മൾ ഓപ്ഷൻ സി എന്താണ്, നമ്മുടെ ഓപ്ഷൻ സി ജീവകം ഡി, റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ എന്ന് നമുക്ക് പറയാം, നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ അടുത്ത ചോദ്യം, വിരിപ്പ് അതുപോലെ തന്നെ മുണ്ടകൻ, പുഞ്ച എന്നിവ കേരളത്തിലെ ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ട? നെല്ല്. നമ്മൾ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം. ഇനി അടുത്ത് നമ്മൾ കേരളത്തിലെ കടുവാ സംരക്ഷണ കേന്ദ്രങ്ങളിൽ ഒന്നാണ്, കടുവാ സംരക്ഷണ കേന്ദ്രമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അവിടെ ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരിക, പറമ്പിക്കുളമാണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി 56ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. 56ാമത്തെ ചോദ്യം, താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ ഏതെല്ലാം എന്ന് കണ്ടെത്തുക. മനുഷ്യ ശരീരത്തിൽ പദാർത്ഥ സംഭരണം നടത്തുന്നത് രക്തപര്യന വ്യവസ്ഥയാണ് എന്നാണ് ഇവിടെ ഒന്നാമതായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. രക്തപര്യാന വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങളാണ് ഹൃദയവും രക്തക്കുഴലും, നമുക്കറിയാം. ഇനി മനുഷ്യ ശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥയാണെന്ന് പറയുന്നു. അതും ശരിയാണ്. നാഡീവ്യവസ്ഥയുടെ പ്രധാന ഭാഗമാണ് വൃക്ക. നാഡീവ്യവസ്ഥയുടെ പ്രധാന ഭാഗം ഏതൊക്കെയാണ്? നമ്മുടെ മസ്തിഷ്കവും സുഷുപ്നിയുമാണ്. അതല്ല കേന്ദ്ര നാഡീവ്യവസ്ഥയുടെ ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ അവിടെ 4 തെറ്റാണ്. അപ്പോൾ നമുക്ക് 4 തെറ്റാണ് എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ചാപ്റ്ററൊക്കെ തന്നെ നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ് ചോദിക്കുന്നത്. നമ്മുടെ 10ാം ക്ലാസ്സിൽ ഒരു അധ്യായം തന്നെയുണ്ട്. അപ്പോൾ ആ ഒരു അധ്യായമൊക്കെ നമ്മൾ പഠിച്ചാൽ മതി. അല്ലാതെ ഗൈഡൊക്കെ എടുത്തിട്ട് കുറേ ഇങ്ങനെ വായിച്ച് തീർക്കാനും നോക്കരുത്. കാരണം അതൊന്നും അല്പം നമ്മുടെ മനസ്സിലിരിക്കില്ല. ഒരു 10ാം ലെവൽ എക്സാമിന് ആ അധ്യായത്തിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത ഇതിലേക്ക് വരാം. അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരം എന്താണ്? ഓപ്ഷൻ എ ആണ്. 56ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. 2023 കേരളത്തിൽ നിപ്പ രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതെന്നാണ് ചോദ്യം. 2023 എന്ന കാര്യം ഓർത്തിരിക്കുക. അവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ സി ആണ്, നമ്മുടെ കോഴിക്കോട് ജില്ല തന്നെയാണ്. പരിസ്ഥിതി സൗഹാർദ്ദപരമായ കീടനിയന്ത്രണ മാർഗ്ഗങ്ങൾ ഉൾപ്പെടാത്തത്. പരിസ്ഥിതി സൗഹാർദ്ദപരമായ കീടനിയന്ത്രണ മാർഗ്ഗങ്ങൾ ഉൾപ്പെടാത്തത്. ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ്, ഉറുമ്പുപൊടി എന്നതാണ് ഉത്തരമായിട്ട് വരുന്നത്. അത് പരിസ്ഥിതി സൗഹൃദമല്ലല്ലോ. ഇനി അടുത്തത്, ഈ മിത്രകീടങ്ങളും വേപ്പിൻ കുരു സത്ത്, വെളുത്തുള്ളി മിശ്രിതമൊക്കെ പരിസ്ഥിതി സൗഹൃദമാണ്. ഇനി അടുത്തത്, വേരുകൾ വായുവിലേക്ക് വളരുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തി പോഷക ലായനികൾ വേരിലേക്ക് സ്പ്രേ ചെയ്യുന്ന കൃഷി രീതി എന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഇതൊക്കെ SCERT ബേസ്ഡ് ആണ്. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ട ഓപ്ഷൻ എ ആണ്, എയറോപോണിക്സ് എന്നതാണ്
ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി ദൃശ്യപ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം ഏത്? എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇവിടെ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി പ്രകീർണനമാണ് അല്ലേ. വിബ്ജിയോർ ആയിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു പോകുക, അതാണ് ഡിസ്പേഴ്സൺ എന്ന് പറയും. ഇനി അടുത്തത് ആറ്റത്തെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് കണ്ടെത്തുക എന്നാണ്. ആറ്റത്തിന്റെ കേന്ദ്രഭാവം ന്യൂക്ലിയസ് എന്നറിയപ്പെടുന്നു. ശരിയാണ്, ഒന്ന് ശരിയാണ്, ഒന്ന് ശരിയാണ്. ഇനി അടുത്ത ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിൽ കാണപ്പെടുന്നു. ഇലക്ട്രോണുകൾ ഷെല്ലുകളിലല്ലേ കാണപ്പെടുന്നത്? രണ്ട് തെറ്റാണ്, രണ്ട് തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന ഓപ്ഷൻ കളയാം, അതുപോലെ തന്നെ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ കളയാം. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ, അത് ശരിയാണ്. അപ്പോൾ ഇവിടെ ഉത്തരം എന്താണ്? 61. 61ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ബി ആണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്ത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നത് ഏത് സന്ദർഭത്തിലാണ്? അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ SCRT ബേസ് ആണ്. നമുക്കറിയാം, ഒരു ആസിഡും ലോകവുമായിട്ട് പ്രവർത്തിച്ചാൽ ഹൈഡ്രജൻ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ ആണ് നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത്. ആസിഡ് പ്ലസ് ലോകം ഹൈഡ്രജൻ വാതകം ഉണ്ടാവും. ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് ലോകവുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകം ഉണ്ടാവും. ഹൈഡ്രോക്ലോറിക് ആസിഡ് കാൽസ്യം കാർബണേറ്റുമായി പ്രവർത്തിക്കുമ്പോൾ അത് തെറ്റാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് സോഡിയം നൈട്രേറ്റുമായി പ്രവർത്തിക്കുമ്പോൾ, ഇനി ഹൈഡ്രോക്ലോറിക് ആസിഡ് സോഡിയം ഹൈഡ്രോക്സൈഡുമായി പ്രവർത്തിക്കുമ്പോൾ അതൊക്കെ തെറ്റാണ്. ഇനി അതൊക്കെ SCRT ബേസിൽ ലോകങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ തന്നെ ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അവിടെയുള്ള കാര്യങ്ങളാണ് എപ്പോഴും കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇരുമ്പിൻ്റെ അയിര് ഏത് എന്നാണ് നമ്മൾ അടുത്ത ചോദ്യം. 63ാമത്തെ ചോദ്യം. 63ാമത്തെ ചോദ്യം ഇരുമ്പിൻ്റെ അയിര് നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്നതാണ്. ഇരുമ്പിൻ്റെ അയിര് ഏതാണ്? ഹേമറ്റൈറ്റ് ആണ്. ഇനി അടുത്തായിട്ട് നമ്മൾ പറയുന്ന സിങ്കിൻ്റെ അയിരാണ് കലാമം. അതുപോലെ തന്നെ ബോക്സൈറ്റ് നമുക്കറിയാം, അലുമിനിയത്തിൻ്റെ അയിരാണ്. അതൊക്കെ നമ്മൾ എപ്പോഴും PSC ചോദിക്കുന്നതാണ്. ഇതും നമ്മുടെ SCRTയിലെ അയിരുകൾ എന്ന് പറയുന്ന ഒരു കോളം കൊടുത്തിട്ടുണ്ട്. അവിടെ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് പല ഓപ്ഷനിൽ കൊടുത്ത കാര്യങ്ങൾ എന്താണ് അവിടെ പറയുന്ന കാര്യങ്ങൾ ഓപ്ഷനിലും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആ ഒരു ഭാഗം പഠിക്കാനായിട്ട് ശ്രമിക്കുക. പാരപ്പറ്റിൽ വെച്ചിരിക്കുന്ന ഒരു ചെടിച്ചട്ടി താഴേക്ക് പതിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഊർജ്ജമാറ്റം എന്ത് എന്നാണ് അടുത്ത ചോദ്യമായിട്ട് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഗതികോർജ്ജം വർദ്ധിക്കുന്നു, സ്ഥിതികോർജ്ജം കുറയുന്നു എന്നാണ് ഇവിടെ നൽകുന്നത്. അപ്പോൾ എന്താണ്? പാരപ്പറ്റിൽ വെച്ചിരിക്കുന്ന ഒരു ചെടിച്ചട്ടി താഴേക്ക് പതിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഊർജ്ജമാറ്റം എന്താണ്? അവിടെ അതുവഴി എന്താണ്? സ്ഥിതികോർജ്ജത്തിൽ ഇരിക്കുകയായിരുന്നു, ഇപ്പോൾ അത് ഗതികോർജ്ജത്തിലേക്ക് മാറി. അപ്പോൾ ഗതികോർജ്ജം വർദ്ധിക്കുന്നു, എന്താണ്? സ്ഥിതികോർജ്ജം കുറയുന്നു. ഇനി ഇന്ത്യയുടെ ഏറ്റവും പുതിയ യുദ്ധക്കപ്പലായ INS മഹേന്ദ്രഗിരിക്ക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ മലനിരകളുടെ പേരാണ് നൽകിയിരിക്കുന്നത് എന്നതാണ് നമ്മുടെ അടുത്ത ചോദ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ്, നമ്മുടെ ഒഡീഷയാണ് എന്ന കാര്യം ഓർക്കാം. മഹേന്ദ്രഗിരി, ഒഡീഷ. 2023 വനിതാ ഫുട്ബോൾ ലോകകപ്പ് ചാമ്പ്യന്മാരായ രാജ്യം ഏതെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇതൊക്കെ നമ്മൾ ആ PSC ബുള്ളറ്റിൽ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അതായത് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. നമ്മൾ ഒരുപക്ഷെ PSC ബുള്ളറ്റിലും എല്ലാത്തിലും പറയുന്നുണ്ടാവും. അപ്പോൾ ആ PSC ബുള്ളറ്റിന് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ പറഞ്ഞ മാസങ്ങളിലെ കറണ്ട് അഫയേഴ്സ് വായിച്ച് തീർക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ഈ പറയുന്ന ബാക്കി കാര്യങ്ങൾ പഠിക്കുന്നതായിരിക്കും നല്ലതെന്ന് ഒന്നും കൂടെ പറയുകയാണ്. അതായത് ജനുവരി 2023 മുതൽ ഈ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാസങ്ങളിലൊക്കെ ഉള്ള കറണ്ട് അഫയേഴ്സ് നമുക്ക് ഈ ഓരോരോ പേജുകളായിട്ട് നമുക്ക് കിട്ടും. ഒരു മാസം 2 ലക്കം അങ്ങനെ നമുക്ക് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിൽ മാർക്ക് കുറേയൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും. ഇനി താഴെ തന്നിരിക്കുന്നവയിൽ വിസർജന അവയവം അല്ലാത്തതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ്. ഹൃദയമാണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. വൃക്ക, ത്വക്ക്, ശ്വാസകോശമൊക്കെ എന്താണ്? വിസർജന അവയവമാണ്. ഇനി ചൂടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗം ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇവിടെ എന്താണ്? ഓപ്ഷൻ എ ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഇവിടെയും നമ്മുടെ SCR ടെക്സ്റ്റ് ബുക്കിലെ രോഗകാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു പാഠമുണ്ട്. 10ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു. ആ 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ വായിച്ചാൽ തന്നെ ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സിലബസിൽ കൃത്യമായിട്ട് എടുത്തു പറയുന്ന ഒരു മേഖലയാണ്. എപ്പോഴും ചോദ്യം വരുന്നതാണ്. അവിടെ നിന്നാണ് ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു മേഖല നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്റർ വായിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഉത്തരം ഒരു മാർക്ക് കിട്ടുന്നതായിരിക്കും. ഇനി പുകവലി മൂലം ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്റ്റികത നഷ്ടപ്പെട്ട് അവ പൊട്ടുകയും വൈറ്റൽ കപ്പാസിറ്റി കുറയുകയും ചെയ്യുന്ന രോഗാവസ്ഥ. ഇതൊക്കെ SCRTയിൽ പറയുന്നതാണ്. ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 69 ഡി ആണ്. എംഫിസിമ എന്നതാണ് ഉത്തരമായിട്ട് വരിക. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് കേരള ആരോഗ്യവകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി. അപ്പോൾ ഇവിടെ നമ്മുടെ കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികൾ അത് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വെക്കണം. ഇവിടെ ഓപ്ഷൻ ബി ആണ്. എൽസ എന്നതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് കേരള ആരോഗ്യവകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് എൽസ എന്ന പദ്ധതി. 70ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി പ്രൊഫഷണൽ ആൻസർ പ്രകാരമുള്ള ഉത്തരം. 2023 പരിസ്ഥിതി ദിന സന്ദേശം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് എന്നതാണ് നമ്മുടെ അടുത്ത ചോദ്യം. ജൂൺ 5 ആ ഒരു ദിവസത്തെ സന്ദേശം എന്താണ്? വീണ്ടും പരീക്ഷയ്ക്ക് ചോദിക്കാം. എന്താണ്? ഓപ്ഷൻ ഡി ആണ്. എക്കോസിസ്റ്റം റീസ്റ്റോറേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് പരിസ്ഥിതി പുനഃസ്ഥാപനം എന്നതാണ് അവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഇനി അടുത്തത് ദഹനഫലമായിട്ട് പ്രോട്ടീൻ വിഘടിച്ച് ഉണ്ടാകുന്ന ലഘു ഘടകം ഏതാണ്? അവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി എന്താണ്? അമിനോ ആസിഡ് ആണ്. പ്രോട്ടീൻ വിഘടിച്ചാണ് അമിനോ ആസിഡുകൾ ഉണ്ടാവുക.
അപ്പോൾ ഇവിടെ നോക്കുക, ഈ 2023 പരിസ്ഥിതി ദിന സന്ദേശം. അപ്പോൾ ഇത്തരത്തിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സന്ദേശങ്ങളൊക്കെ പഠിക്കണം. അപ്പോൾ എന്താണ് നമ്മുടെ ഈ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ഈ 2024 ഒന്ന് നോക്കി വെക്കുക, 2022 കൂടി ഒന്ന് നോക്കി വെച്ചേക്കുക. അപ്പോൾ ഈ ഒരു ചോദ്യം നിങ്ങൾ കാണുമ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അതും കൂടെ ഒന്ന് പഠിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഏകദേശം കറണ്ട് അഫയേഴ്സിൻ്റെ ബുക്ക് ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. അതൊക്കെ വീണ്ടും ചോദിക്കാം, അതുകൊണ്ടാണ് പറയുന്നത്. ഇനി കാൽവിരലുകൾക്കിടയിലും പാദങ്ങളിലും ചൊറിച്ചിലുണ്ടാകുന്ന അറ്റ്ലസ് ഫുട്ട് എന്ന രോഗത്തിന് കാരണമാകുന്ന സൂക്ഷ്മജീവി ഏതാണ്? നമ്മുടെ ഫംഗസ് ആണ്. 73-ാം ചോദ്യം ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. പ്രമേഹം എന്ന രോഗത്തിന് കാരണമാകുന്നത് ഏത് ഹോർമോണിന്റെ ഉൽപ്പാദനം കുറയുന്നതാണ് എന്നാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻ എ ആണ്. നമ്മൾ ഇൻസുലിൻ കുത്തിവെക്കുമല്ലോ, അപ്പോൾ ഓപ്ഷൻ എ ആണ് ഉത്തരം. 18 വയസ്സ് താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഉറപ്പു നൽകുന്ന പദ്ധതി, ഇതൊക്കെ നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ്, ആരോഗ്യ കിരണമാണ്. അപ്പോൾ ഈ പദ്ധതികളുമായി ബന്ധപ്പെട്ട് PSC എപ്പോഴും ചോദിക്കുന്ന കുറേ പദ്ധതികളുണ്ട്, അതൊന്ന് പഠിച്ചു വെക്കുക. അത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ തന്നെ ആ ഒരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ആരോഗ്യകിരണം പദ്ധതി എന്താണെന്ന് പഠിക്കുക. 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഉറപ്പ് വരുത്തുന്ന പദ്ധതിയാണ് ആരോഗ്യകിരണം എന്ന് പറയുന്ന പദ്ധതി. 75-ാം ചോദ്യം ഓപ്ഷൻ സി ആണ്. ഇനി അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയായിട്ട് പ്രഖ്യാപിച്ച കുടുംബാരോഗ്യ കേന്ദ്രം എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയായിട്ട് പ്രഖ്യാപിച്ച കുടുംബാരോഗ്യ കേന്ദ്രം എവിടെയാണ് എന്നാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരിക. കക്കോടി, കോഴിക്കോട്. കക്കോടി, കോഴിക്കോടാണ്. ഇത് നമ്മൾ PSC ബുള്ളറ്റിൻ നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു ക്ലാസ് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഈ അടുത്ത്. അതിൽ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, PSC ബുള്ളറ്റിന് വളരെയും പ്രാധാന്യമുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞു പോകുന്നുണ്ട്. ഇനി അടുത്ത് 2023 സെപ്റ്റംബർ അന്തരിച്ച ഇന്ത്യ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രസിദ്ധ കാർഷിക ശാസ്ത്രജ്ഞനായിരുന്നാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ. അപ്പം ഡോക്ടർ എം എസ് സ്വാമിനാഥനുമായി ബന്ധപ്പെട്ട് കുറേ ചോദ്യങ്ങൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അതായത് ഈ ഒരു കാര്യം ഓർത്ത് വെച്ചോ, 2023 സെപ്റ്റംബറിലാണ് അദ്ദേഹം അന്തരിക്കുന്നത്. ചിലപ്പോൾ എന്നാണ് അദ്ദേഹം അന്തരിച്ചത് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ആ ഡേറ്റ് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന് PSC എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ എം എസ് സ്വാമിനാഥനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെക്കുറിച്ച് ഒന്ന് പഠിക്കണം. അത് വരാൻ പോകുന്ന പരീക്ഷയിൽ എപ്പോഴും ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇനി ഹൃദയത്തെ ആവരണം ചെയ്തു കാണുന്ന ഇരട്ട സ്ഥലം ഏതാണ് എന്നാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻ ഡി ആണ്. പെരിക്കാർഡിയം എന്നതാണ് ഉത്തരമായിട്ട് വരിക. ക്ഷയരോഗബാധ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിൻ ഏത് എന്നതാണ് നമ്മുടെ അടുത്ത ചോദ്യമായിട്ട് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ 78-ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി. 79-ാമത്തെ ചോദ്യത്തിന് ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ്. ഇവിടെ BCG ആണ് ഉത്തരമായിട്ട് വരിക, ക്ഷയരോഗവുമായി ബന്ധപ്പെട്ട്. ഇനി അടുത്തത്, ഇന്ത്യയിലെ ആദ്യ മണ്ണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല. അത് പണ്ട് മുതലേ PSC ചോദിക്കുന്നതാണ്. ഓപ്ഷൻ എ ആണ്. തിരുവനന്തപുരമാണ്. തിരുവനന്തപുരമാണ് ഉത്തരമായിട്ട് വരുന്നത്. ഇതൊക്കെ ഉണ്ടല്ലോ, അതായത് ഇവിടെ ഈ പരിചയപ്പെടുത്തിയ കേരളത്തിലെ സ്ഥാപനങ്ങൾ, അത് നമ്മൾ ഓൾറെഡി നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് SCRTയിൽ ഒരു കോളൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ കോളത്തിനുള്ളിൽ നിന്നാണ് എപ്പോഴും ഈ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ആ കോളൊക്കെ ഒന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതൊക്കെ SCRT ബേസ് ചെയ്തിട്ടാണ് ചോദിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ SCRT 5 മുതൽ 10-ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകൾ വായിച്ചിട്ട് വേണോ പഠിക്കണ്ടേ എന്ന് നിങ്ങൾ ചിന്തിക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളെ കൈവശം ഈ SCRT ബേസ് ചെയ്ത് ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാവരുടെയും കൈവശം SCRT ബേസ് ചെയ്തിട്ടുള്ള ഗൈഡ് ഉണ്ടാവും. അതായത് SCRT പുസ്തകം മാത്രം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഗൈഡ് ഉണ്ടാവും. ആ ഗൈഡ് വായിച്ചാൽ മതി. കാരണം ഇതെല്ലാം ആ ഗൈഡിൽ പറഞ്ഞു പോയിട്ടുണ്ടാവും. അല്ലാതെ മൊത്തം ചാപ്റ്റർ എടുത്ത് നമ്മൾ പഠിക്കണമെന്നൊന്നുമില്ല. നിങ്ങളുടെ കൈവശം ഒരു ഗൈഡ് ഉണ്ടെങ്കിൽ, അതായത് SCRT ചാപ്റ്ററുകൾ മാത്രം പരിചയപ്പെടുത്തുന്ന ഗൈഡ് ഉണ്ടെങ്കിൽ ആ ഗൈഡ് ഏതായിക്കോട്ടെ അത് വായിച്ച് തീർക്കുക. ഇനിയുള്ള ദിവസം നിങ്ങൾക്ക് ആ മാർക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. മാത്സുമായി ബന്ധപ്പെട്ടാണ്. ഒരാൾ 650 രൂപയ്ക്ക് വാങ്ങിയ തേങ്ങ 598 രൂപയ്ക്ക് വിൽക്കുന്നു. നഷ്ടശതമാനം എത്ര എന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് നൽകിയിരിക്കുന്നത്. അതായത് ഇവിടെ 81-ാമത്തെ ചോദ്യമാണ്. 81-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക. 8% ഇവിടെ നഷ്ടശതമാനം എന്ന് പറയുന്നത്. അപ്പോൾ അയാൾക്ക് വന്നിരിക്കുന്ന ചിലവ് എത്രയാണ്? 650 രൂപയാണ്. കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 650 രൂപയാണ്. അയാൾ 598 രൂപയ്ക്ക് വിൽക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വന്നിരിക്കുന്ന നഷ്ടം എത്രയാണ്? അവിടെ 52 രൂപയുടെ നഷ്ടം വന്നു അല്ലേ? 650ഉം 598ഉം 52 രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ട്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും. ഇതും വെട്ടി, ഇത് 5 വെച്ച് പോയ 2, ഇത് 5 വെച്ച് പോയ എത്ര വരും? 1, 3, 13 × 4 അല്ലേ? 52. അപ്പം 4 2 8. അപ്പോൾ ഇവിടെ 8%. ഓപ്ഷൻ ബി ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 18 ഹരിക്കണം 2 × 18. ഇത് ബോഡ്മാസ്റ്റർ നിയമം ഉപയോഗിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ബ്രാക്കറ്റിലുള്ള കാര്യത്തിൽ ആദ്യം എന്ത് ചെയ്യണം? ഈ ഡിവിഷനുള്ള ഭാഗം ചെയ്യണം. ബോഡ്മാസ്റ്റർ എന്ന് നമ്മൾ എഴുതുമ്പോൾ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ വരുമല്ലോ, അതിൽ ഓഫ്, അതായത് ബ്രാക്കറ്റിനുള്ളിൽ. പിന്നെ ബ്രാക്കറ്റ് ആദ്യം ചെയ്യണം. അതിനുശേഷം എന്താണ്? ഡിവിഷൻ ചെയ്യണം. അപ്പോൾ ഇവിടെ ഡിവിഷൻ എന്ന് പറയുമ്പോൾ ബ്രാക്കറ്റിനുള്ളിലെ ഡിവിഷൻ 18 / 6 ചെയ്താൽ നമുക്കിവിടെ 3 എന്ന് കിട്ടും. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ 3 × 2 ചെയ്താൽ 6 കിട്ടും. 6 കുറയ്ക്കണം 5 ചെയ്താൽ എന്ത് കിട്ടി? 1 കിട്ടി. 18/1 18. ഓപ്ഷൻ എ ആണ് 82-ാം ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക. ഇനി അടുത്ത ചോദ്യം. ഒരു ബസ്സിൻ്റെ വേഗത 52 കിലോമീറ്റർ
പെർ മണിക്കൂറായാൽ 6 മണിക്കൂറിൽ ബസ് സഞ്ചരിക്കുന്ന ദൂരം എത്ര? അപ്പോൾ കിലോമീറ്റർ പെർ മണിക്കൂർ എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിൽ 52 കിലോമീറ്റർ എന്നാണ്. അപ്പോൾ 6 മണിക്കൂറോ 52 × 6 6 2 12 6 5 30 31 312 ഓപ്ഷൻ സി ആണ് 83-ാം ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക. 1 മുതൽ 9 വരെയുള്ള സംഖ്യകളുടെ തുക എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. 1 മുതൽ 9 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ തുക കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരും. ഒന്നെങ്കിൽ സാധാരണ പോലെ കൂട്ടുക, 1 + 2 3, 3 + 3 6, 6 + 4 10, 10 + 5 15, 15 + 6 21, 21 + 7 എന്താണ് 28, 28 പ്ലസ് അടുത്ത് വരുന്നത് എന്താണ് 8 ആണ്. 28 + 8 36 വരും. 36 + 9 36 + 9 ഏതാ 40 എത്ര വരും? 36 + 10 ഏതാ 46 - 1 അപ്പോൾ 45 വരും. പിന്നെ അവിടേക്ക് ഒരു 10 ഏതാ എത്ര കിട്ടി? 45. 9 വരെയാണ്. 9 വരെ കണ്ടുവച്ചാൽ മതി. അപ്പോൾ 45. ആ രീതി വേണമെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരിക. ഇക്വേഷൻസ് ഒന്നും ഉപയോഗിക്കേണ്ട. കൂട്ടത്തിൽ പെടാത്ത ത്രികോണം, സമചതുരം, പിന്നെ ചതുരം, ലംബകം ഇതാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏതാണ് ഓപ്ഷൻ ഇവിടെ 85-ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ പ്രൊഫഷണൽ ആൻസർക്ക് പ്രകാരം ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എന്താണ്? ഓപ്ഷൻ എ ആണ്. ത്രികോണം കൊടുത്തിട്ടുണ്ട്, സമചതുരം കൊടുത്തിട്ടുണ്ട്, ലംബകം കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം 4 വശങ്ങളുണ്ട്. ത്രികോണത്തിന് 3 വശങ്ങളുള്ളൂ. ശരിയാണ്. ഇനി നമ്മൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഒരു സമചതുരത്തിൻ്റെ പരപ്പളവ് 289 ചതുരശ്ര മീറ്റർ ആയാൽ ഒരു വശം എത്ര? ഒരു സമചതുരത്തിൻ്റെ ഒരു വശം എ ആണെങ്കിൽ അതിൻ്റെ എ സ്ക്വയർ എടുത്താൽ അതിൻ്റെ വിസ്തീർണം അല്ലെങ്കിൽ പരപ്പളവ് കിട്ടും. അത് 289 ആണ്. എ എന്ന് പറയുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 289. 289 എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മുടെ 17ൻ്റെ സ്ക്വയർ ആണ് 289. അപ്പോൾ സ്ക്വയർ റൂട്ട് എടുത്താൽ 17 കിട്ടും. ഒരു വശത്തിൻ്റെ നീളം ഓപ്ഷൻ സി 17 എന്നാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഇനി 87-ാമത്തെ ചോദ്യം, മകൻ്റെ പ്രായത്തിൻ്റെ 3 ഇരട്ടിയാണ് ഇപ്പോൾ അച്ഛൻ്റെ പ്രായം. അപ്പോൾ ഇവിടെ മകൻ്റെ പ്രായം 1:3 എന്ന് പറയാം അല്ലേ? അച്ഛൻ്റെ പ്രായം 3 ഇരട്ടി എന്ന് പറഞ്ഞു. അപ്പോൾ മകൻ്റെ പ്രായത്തിൻ്റെ 3 ഇരട്ടിയാണ് അച്ഛൻ്റെ പ്രായം. 10 വർഷം കഴിഞ്ഞ് മകൻ്റെ പ്രായത്തിൻ്റെ ഇരട്ടിയാകും അച്ഛൻ്റെ പ്രായം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്? മകൻ്റെ പ്രായത്തിൻ്റെ ഇരട്ടിയാകും. 1:2 മാറും എന്നാണ് പറയുന്നത്. എങ്കിൽ മകൻ്റെ ഇപ്പോഴത്തെ പ്രായം എത്ര എന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മകൻ്റെ ഇപ്പോഴത്തെ പ്രായം ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒന്നെങ്കിൽ നമുക്കിത് ഓപ്ഷനിലൂടെ പോകാം, അതല്ലെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന ആ ഒരു റേഷ്യോ മെത്തേഡ് ഉപയോഗിക്കാം. ഇപ്പോൾ ഇത് നമുക്ക് ഈക്വൽ ആക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ഇതിൻ്റെ ഡിഫറൻസ് എത്രയാണ്? 1 അല്ലേ? ആ 1 വെച്ച് ഇതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 3 എന്ന് കിട്ടും. ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് 2 അല്ലേ? അപ്പോൾ അത് വെച്ച് താഴെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 4 എന്ന് കിട്ടും. ഇപ്പോൾ ഇവിടെ റേഷ്യോ തുല്യമായി, അതായത് ഇങ്ങോട്ടുള്ള ഡിഫറൻസ് തുല്യമായി. 1ഉം 2ഉം തമ്മിലുള്ള ഡിഫറൻസ് 1 ആണ്, 3ഉം 4ഉം തമ്മിലുള്ള ഡിഫറൻസ് 1 ആണ്. അപ്പോൾ ഒരു റേഷ്യോയ്ക്കാണ് ഈ 10 വർഷം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴുള്ള പ്രായമാണ്, മകൻ്റെ പ്രായമാണ്. അത് എന്ന് പറയുന്നത് ഈ 1ന് തുല്യമാണ്. ഒരു റേഷ്യോ 10 ആണ്. അപ്പോൾ 1 എന്ന് പറയുന്നത് 10 ആണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. 87-ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഈ ഒരു രീതി നമുക്ക് ചെയ്താൽ വളരെ എളുപ്പത്തിൽ നമുക്ക് അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താം. അല്ലെങ്കിൽ നമ്മൾ എക്സും വൈ ഒക്കെ ഇട്ട് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ഓപ്ഷനിലൂടെ പോയിട്ട് നമ്മളാണെങ്കിൽ ഇതിൻ്റെ ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഓരോ ഓപ്ഷനും നമ്മൾ പിക്ക് ചെയ്ത്, ഇപ്പോൾ ഈ 10-ാമത്തെ ഓപ്ഷൻ നമ്മൾ പിക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴത്തെ പ്രായം 10, അത് ആ സമയത്ത് അച്ഛൻ്റെ പ്രായം എത്രയാണ്? 3 ഇരട്ടി, അപ്പോൾ 30 വരും. 10 വർഷം കഴിയുമ്പോൾ അച്ഛൻ്റെ പ്രായം 40, മകൻ്റെ പ്രായം 20. അപ്പോൾ നോക്കുമ്പോൾ എന്താണ്? 2 ഇരട്ടിയാണ്. അപ്പോൾ ആ 2 കാര്യങ്ങളും എന്താണ്? സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതായിരിക്കും നമ്മുടെ ഓപ്ഷനായിട്ട് വരിക. അല്ലാതെ നമ്മൾ എടുക്കുകയാണെങ്കിലോ ഈ 30 എടുത്തു, 30 എടുക്കുകയാണെങ്കിൽ അച്ഛൻ്റെ പ്രായം 90, അപ്പം 10 വർഷം കഴിയുമ്പോൾ 100, ഈ മകൻ്റെ പ്രായം 40 ആവുള്ളൂ. അപ്പം അത് 2 ഇരട്ടിയാണോ? 40ൻ്റെ 2 ഇരട്ടിയാണോ 100? അല്ലല്ലോ. ആ ഒരു രീതിയിൽ വേണമെങ്കിലും ഓപ്ഷനിലൂടെ പോയിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ ചെയ്ത പോലെ റേഷ്യോ മെത്തേഡിലൂടെ ചെയ്താൽ സിമ്പിളായിട്ട് അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. 2, 4, 5 എന്നീ സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായി ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. അപ്പോൾ 2, 4, 5 എന്നീ സംഖ്യ LCM കണ്ടുപിടിക്കാനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരം എന്താണ്? ഓപ്ഷൻ ഇവിടെ നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് 88-ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഓരോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വേണമെങ്കിൽ ഒന്നെങ്കിൽ എന്ത് ചെയ്യുക? LCM എടുത്ത് പോവുക. അതായത് സിമ്പിളായിട്ട് LCM എടുക്കാം. 2, 4, 5. ഇപ്പോൾ നമ്മൾ സാധാരണ ചെയ്യും പോലെ 2, 4, 5 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ 1, 2, 5. ഇനി പറ്റത്തില്ല. I 2 10, 10 × 2 20. ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഇനി അടുത്തത് 9:3 എന്ന് കൊടുത്തിട്ടുണ്ട്. 64 ആണെങ്കിലും അപ്പോൾ 3ൻ്റെ സ്ക്വയർ അല്ലേ 9. 64 എന്ന് പറയുമ്പോൾ 8ൻ്റെ സ്ക്വയർ. ഓപ്ഷൻ ഡി ആണ് ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരിക. 89-ാം ചോദ്യം ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരിക. ഇനി ഇവിടെ ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം ക്രമമായി പൂരിപ്പിക്കുക. 2, 5, 8 എന്ന് കൊടുത്തിട്ടുണ്ട്. 2, 5, 8. അപ്പോൾ 90-ാമത്തെ ചോദ്യം അടുത്ത വരുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പോൾ 2 വന്നു, 5 വന്നു, 8 വന്നു.
ഇവിടെ 3 കൂടി പിന്നെ 3 കൂടി. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരിക. ഇനി 1/10 എന്ന് പറയുമ്പോൾ 0.1 10/100ൻ്റെ ദശാംശ രൂപം എന്ത് എന്നാണ് ചോദ്യം. 10/100 എന്ന് പറയുമ്പോൾ എന്താ 10/100 അത് 1/10 എന്ന് എഴുതാലോ. അങ്ങനെയാണെങ്കിൽ 0.1 തന്നെ. 91ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ്. ഇനി അടുത്തത് 52, 62, 32, 42, 22. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ശരാശരിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ശരാശരിയാണ് കണ്ടുപിടിക്കുക. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ഇത് നമുക്കൊരു കൂട്ടിയൊന്നും ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 22 വന്നു, പിന്നെ അടുത്തത് 42, 32, പിന്നെ അത് കഴിയുമ്പോൾ 42, പിന്നെ അത് കഴിയുമ്പോൾ 52, പിന്നെ അത് കഴിയുമ്പോൾ പിന്നെ വരുന്നത് എന്താണ്? 62 ആണ്. നോക്കുക, ഇവിടെ നമ്മുടെ 22 കഴിഞ്ഞാൽ 10 കൂട്ടിയാൽ 32, 32 കഴിഞ്ഞാൽ 10 കൂട്ടിയാൽ 42, 42 കഴിഞ്ഞാൽ 10 കൂട്ടിയാൽ 52, 52 കഴിഞ്ഞാൽ 10 കൂട്ടിയാൽ 62. അപ്പോൾ ഇങ്ങനെ ഒരു സീരീസ് ആണ് വരുന്നത്, ഒരു സമാന്തര ശ്രേണിയാണിത്. അങ്ങനെയാണ് അതിൻ്റെ ശരാശരി എപ്പോഴും അതിൻ്റെ മിഡിൽ നമ്പർ ആയിരിക്കും. അതായത് എത്രയാണ്? 42. അതവിടെ ഓപ്ഷൻ എന്താണ്? 92ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ശരാശരി എന്ന് പറഞ്ഞാൽ എപ്പോഴും അതിൻ്റെ മിഡിൽ നമ്പർ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒരു സമാന്തര ശ്രേണിയാണ്, അതുകൊണ്ട് അതിൻ്റെ ശരാശരി ആ മിഡിലായിട്ട് വരുന്നത് 42 ആയിരിക്കും ഉത്തരമായിട്ട് വരിക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കൂട്ടിയിട്ട് തുക ബൈ എണ്ണം ചെയ്താൽ 42 കിട്ടും. 1/2 + 3/4 - 1ൻ്റെ വില കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമുക്ക് 1/2 + 3/4 - 1. അപ്പോൾ എല്ലാത്തിൻ്റെയും ആ ഒരു ഡിനോമിനേറ്റർ 4 ആക്കാൻ വേണ്ടി ഇവിടെ ഞാൻ എന്താണ് 2 വെച്ച് ഗുണിച്ചു. അപ്പോൾ മുകളിൽ 2 വെച്ച് ഗുണിക്കണം. അപ്പോൾ 2/4 + 3 ഓൾറെഡി ഇവിടെ 4 ആണ്, ഒന്നും ചെയ്യേണ്ട. ഇവിടെ ഞാൻ എന്താണ് ഇൻറ്റു 4 ചെയ്യുന്നു, മുകളിലും 4 വെച്ച് ചെയ്യണം. അപ്പോൾ -4 എന്ന് വരും. അപ്പം 2 + 3 5, 5 കുറയ്ക്കണം 4, 1/4 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ചെയ്ത രീതി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പലർക്കും പല രീതിയിൽ കാൽക്കുലേഷൻ ചെയ്യാം. ഞാനിപ്പോൾ എനിക്ക് എളുപ്പമുള്ള ഇപ്പോൾ തോന്നുന്ന രീതിയിലാണ് ഇവിടെ ചെയ്യുന്നത്. ഇതിന് മുമ്പ് ഈ ചോദ്യം ചെയ്ത് നോക്കിയിട്ടില്ല. 15/p = 3 ആണ്. അങ്ങനെയാണെങ്കിൽ പി എന്ന് പറയുന്നത് എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. 15/p = 3. അപ്പോൾ ഈ 3 ഇങ്ങോട്ട് വരും. അപ്പോൾ 15/3, അപ്പോൾ അവിടെ നമുക്ക് 5 എന്ന് കിട്ടും. അതായത് പിൻ്റെ വാല്യൂ എന്താണ്? 5 എന്ന്. 94ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ്. ഒരു വരിയിൽ ദിയ മുന്നിൽ നിന്ന് 8ാമതെന്ന് കൊടുത്തിരിക്കും. അപ്പോൾ ഒരു വരിയുണ്ട്, ഇവിടെ ദിയ എന്ന് പറയുന്ന വ്യക്തിയുണ്ട്, മുന്നിൽ നിന്ന് 8ാമതാണ്, പിന്നിൽ നിന്ന് എത്രാമതാണ്? 5ാമതാണ് ആണെങ്കിൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ട്? അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇതും കൂടെ കൂട്ടുക. നമ്മൾ പഠിക്കാറുണ്ട് m + n - 1 ചെയ്താൽ മതി. അതായത് 8 5 13 കുറയ്ക്കണം 1 12 എന്ന് വരും. 95ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരിക. എന്തുകൊണ്ടാണ് -1 ചെയ്യുന്നത്? ഈ ഒരു പൊസിഷൻ നമ്മൾ 2 തവണ കൂട്ടും. 5 കൂട്ടുമ്പോഴും 8 കൂട്ടുമ്പോഴും കൂട്ടും. അതുകൊണ്ട് 1 കുറയ്ക്കണം. നമ്മൾ പഠിക്കുന്നതാണ്. ഇനി 3ൻ്റെ ഗുണിതമായിട്ട് വരുന്ന ഏറ്റവും ചെറിയ 3 അക്ക എണ്ണൽ സംഖ്യ ഏത് എന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. അപ്പോൾ 3ൻ്റെ ഗുണിതമായി വരുന്ന ഏറ്റവും ചെറിയ 3 അക്ക എണ്ണൽ സംഖ്യ. അപ്പോൾ ഏറ്റവും ചെറിയ 3 അക്ക എണ്ണൽ സംഖ്യ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം എന്താണ്? 96ാമത്തെ ചോദ്യം ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക. 100 എന്തായാലും പോകത്തില്ല. അതേപോലെ തന്നെ 101 പോകുമെന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ 96ാമത്തെ ചോദ്യത്തിൽ 101 പോകത്തില്ല, 3 വെച്ച് പോകത്തില്ല. നമ്മൾ 3ൻ്റെ ഗുണിതം എങ്ങനെ ചെക്ക് ചെയ്യുക? അതിൻ്റെ തുക എടുത്ത് നോക്കുക. ഇപ്പോൾ 1 + 1 2, അത് 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 9 + 1, അതായത് ഓപ്ഷൻ ഡിയിലേക്ക് വരുമ്പോൾ അത് എത്രയാണ്? 10. അപ്പോൾ നമുക്ക് അതിൻ്റെ തുക 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അതും പറ്റത്തില്ല. 1 100 പറ്റത്തില്ല. പിന്നെ 102 എന്ന് പറയുമ്പോൾ 2 + 1 3, അപ്പോൾ അതും പറ്റും. ആ രീതിയിൽ നമ്മുടെ ഡിവിസിബിലിറ്റി എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ പഠിക്കുന്നതാണ്. ഇവിടെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ കിട്ടും. 5² എന്ന് പറയുമ്പോൾ 25 ആയാൽ 0.5 ഹോൾ സ്ക്വയർ എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ 0.5 × 0.5 എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ എന്താണ്? ഈ 0.5 × 0.5 ആണ്. അപ്പോൾ ഇവിടെ 1, ഇവിടെ 1. അപ്പോൾ ഉത്തരത്തിലേക്ക് വരുമ്പോൾ എന്താണ്? പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡെസിമൽ ഡിജിറ്റ് ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ 1 ഡിജിറ്റ്, ഇവിടെ 1 ഡിജിറ്റ്, അപ്പോൾ 2 ഡെസിമൽ ഡിജിറ്റ്. ഉത്തരത്തിൽ എന്ത് വേണം? 2 ഡെസിമൽ ഡിജിറ്റ് വേണം. അപ്പോൾ ഇവിടെ 25 ആണെങ്കിൽ 0.25 എന്ന് വരും. ഓപ്ഷൻ ഡി ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക. ഇനി അടുത്തത് 8 രൂപ കൂട്ടിക്കിട്ടിയാൽ രാജുവിന് 100 രൂപ തികയുമായിരുന്നു എങ്കിൽ രാജുവിൻ്റെ കയ്യിൽ എത്ര രൂപയാണ്? വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണ്. 8 രൂപ കൂട്ടിക്കിട്ടിയാലാണ് രാജുവിന് 100 രൂപ തികയുക. അപ്പോൾ ഇപ്പോൾ രാജുവിൻ്റെ കയ്യിൽ എത്ര ചോദ്യമുണ്ട്? എത്ര രൂപയുണ്ട്? 92. ഇനി പാറ്റേൺ നോക്കി പൂരിപ്പിക്കുക. 1 × 3 = 2² - 1 എന്ന് കൊടുത്തിട്ടുണ്ട്. 2 × 4 എന്ന് പറഞ്ഞിട്ട് 3² - 4 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി 3 × 5 എന്ന് പറഞ്ഞാൽ 4² - 1 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 × 3 എന്ന് പറഞ്ഞാൽ 3 ആണ്, 2² എന്ന് പറഞ്ഞാൽ 4 ആണ്, 4 - 1 3 ആണ്. ഇനി 2 × 4 എന്ന് പറയുമ്പോൾ അവിടെ 3² - 1 എന്നാണ് കൊടുത്തത്. അപ്പോൾ 2 കഴിഞ്ഞാൽ 3², 9 - 1 ആണ്, 8 എന്ന് വരും. ഇനി അത് കഴിഞ്ഞിട്ട് 4² ആണ്, പിന്നെ 5² - 1 എന്നാണ് വരിക. അപ്പോൾ ഇവിടെ എന്താണ് വരേണ്ടത്? 10 ×
12 എന്നാണ് കൊടുത്തിരിക്കുന്നത്. 10 × 12 എന്ന് പറയുമ്പോൾ 120 അപ്പം നമുക്ക് 11 സ്ക്വയർ - 1 എന്ന് കൊടുക്കാം. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. 99ാമത്തെ ചോദ്യം സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണ്. 11 സെൻറ്റിമീറ്റർ നീളവും 8 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മുടെ ചതുരം എന്ന് പറയുമ്പോൾ അതിൻ്റെ വിസ്തീർണം 11 × 8 നീളം × വീതി 88. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം. അപ്പോൾ 100 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. പ്രൊഫഷണൽ ആൻസർക്ക് പ്രകാരമുള്ള ഉത്തരങ്ങൾ. മാത്സ് നമുക്ക് ചെയ്തു തന്നെ കിട്ടിയതാണ്, അതിലൊരു തെറ്റും വരാൻ സാധ്യതയില്ല. അതേസമയത്ത് GK ഭാഗത്ത് നമ്മൾ പ്രൊഫഷണൽ ആൻസർക്ക് പ്രകാരമുള്ളതാണ്. എന്നാൽ നമ്മൾ ഓൾമോസ്റ്റ് കണ്ടിട്ടുള്ള കുറേ ചോദ്യങ്ങൾ തന്നെയാണ്, അവിടെയും വലിയ തെറ്റൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഈ മാത്സ് എന്ന് പറയുന്ന ഭാഗം വളരെ സിമ്പിളാണ്. അത് ഒരു LGS ലെവൽ ചോദ്യപേപ്പറാണ്. കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് കൂടിയായിരിക്കും ചിലപ്പോൾ LD ലെവലിന് വരിക. അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് PSC ഏതൊക്കെ മേഖലയിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നു. പല ചോദ്യങ്ങളും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. SCERT ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിക്കാം. പിന്നെ കറണ്ട് അഫയേഴ്സ് ഞാൻ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യുന്നു. 2023 ജനുവരി മുതൽ 2024 നമ്മൾ ഈ സംസാരിക്കുന്ന മാസം വരെയുള്ള PSC ബുള്ളറ്റിൻ, അതിലെ കറണ്ട് അഫയേഴ്സിൻ്റെ പേജ് വായിക്കുക. വേഗം തീരും. ആകെ ഒറ്റ പേജേ ഉള്ളൂ. നിങ്ങൾ PSC ബുള്ളറ്റിൻ കാണുന്നവരല്ലേ, അവസാനത്തെ ആ പേജ് പെട്ടെന്ന് വായിച്ച് തീർത്താൽ മതി. അത് റെക്കോർഡ് ചെയ്ത് വെക്കുക. ഫോണിൽ എന്ത് ചെയ്യുക, നിങ്ങൾ വായിക്കണതിൻ്റെ കൂടെ നിങ്ങൾ ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ എന്ത് ചെയ്യണം, പിന്നീട് പോയി വായിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളിങ്ങനെ ഇയർഫോണിൽ 2 - 3 തവണ സ്പീഡ് കൂട്ടി കേട്ട് കഴിഞ്ഞാൽ തന്നെ ആ കറണ്ട് അഫയേഴ്സ് നിങ്ങളുടെ മനസ്സിനുള്ളിൽ ഉണ്ടായിരിക്കും. അത് തന്നെയായിരിക്കും PSC ചോദിക്കുക. അപ്പോൾ ഇവിടെ ചോദിച്ചെല്ലാം അതിനുള്ളിൽ വരുന്നതാണ്. പിന്നെ അതിന് പുറത്തുനിന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നിങ്ങൾ പിന്നീട് വേറെയൊക്കെ പഠിക്കുമല്ലോ, ക്ലാസ്സുകളൊക്കെ കാണുമല്ലോ. അത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു. ആസ്ത അക്കാഡമിയുടെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ക്ലാസ് ഉണ്ട്. ആ ക്ലാസ് നല്ലോണം കാണണം. നല്ല ക്ലാസ്സാണ്. സാറ് ഈ പറയുന്ന PSC ബുള്ളറ്റിനിലൊക്കെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ക്ലാസ് ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് അതും കാണുക. കുറേ കാര്യങ്ങൾ കാണാൻ നമുക്ക് നമ്മുടെ മൈൻഡിലിരിക്കുമല്ലോ. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം പൂർത്തീകരിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ക്വസ്റ്റ്യൻ പേപ്പറിലെ 100 ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് ഉദ്ദേശിച്ചത് ഏതൊക്കെ മേഖലയിൽ നിന്നാണ് PSC ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കിയെന്നതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. അപ്പോൾ അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.